ആലി ഇമ്രാൻ സൂറത്തിൽ ഒരായത്തുണ്ട്. പവർഫുള്ളായ ആയത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മഹത്വം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരുന്നത് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. ആരെങ്കിലും ഒരാൾ ഈ ആയത്ത് ഓതിയാൽ അവർക്ക് ദുനിയാവും ആഖിറവും മുഴുവൻ ലഭിക്കുന്ന വലിയ അത്ഭുതപ്പെടുത്തുന്ന അമലാണ് ഈ ആയത്ത് എന്ന്. ഇൻഷാ അല്ലാഹ് ആ ആയത്ത് ഏതാണെന്ന് പഠിച്ചു വെക്കാം. കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ ആവശ്യമുള്ള വലിയ ഉപകാരം ചെയ്യുന്ന മഹത്തായ രണ്ടായത്തുകൾ സൂറത്തു ആലി ഇമ്രാനിലെ ഈ രണ്ടായത്തുകൾ ഏതൊക്കെയാണ് എന്ന് പഠിക്കാം. എന്തൊക്കെയാണ് അത് ഓതുന്നവർക്ക് കിട്ടുന്ന നേട്ടങ്ങളെന്നും അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പതിവാക്കാൻ പറ്റിയ മഹത്തായ ഒരു ഇസ്മു കൂടി ഈ ആയത്തിൽ അടങ്ങിയിട്ടുള്ള ഒരു ഇസ്മു കൂടി ഇൻഷാ അല്ലാഹ് ഒന്ന് കേൾക്കാം. ആ ഇസ്മ ആരെങ്കിലും പതിവാക്കി കഴിഞ്ഞാൽ അവർക്ക് ലഭിക്കുന്ന പദവികളും ഇസ്സത്തും എത്രയാണെന്ന് കൂടി ഒന്ന് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കാര്യങ്ങൾ ഏറ്റെടുക്കുമാറാകട്ടെ. വീഡിയോ മുഴുവനായി കേൾക്കാൻ ശ്രമിക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാം. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. എല്ലാവർക്കും റാഹത്തല്ലേ, സന്തോഷമല്ലേ, സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ, എല്ലാവർക്കും റാഹത്താക്കി തരട്ടെ. ഒരുപാട് ആളുകൾ നമ്മുടെയൊക്കെ കമൻറ്റ് ബോക്സ് നോക്കിയാൽ സുബ്ഹാനല്ലാഹ് എത്ര ആളുകളാണ് വിഷമം കൊണ്ട് പ്രയാസം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ. അവരുടെ കമൻറ്റുകൾ വായിക്കുമ്പോൾ സങ്കടമാണ്. കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, അങ്ങനെ തുടങ്ങിയിട്ട് വിവാഹം ശരിയാകാത്തവർ, മക്കളില്ലാത്തവർ, ഉള്ള മക്കളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒട്ടനവധി ആളുകൾ, പല വിഷമങ്ങളാണ്. നമ്മളതൊക്കെ കേൾക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ് നമ്മളൊക്കെ എന്തോരം നിഅമത്തിലാണ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിലാണ് ജീവിക്കുന്നത് എന്നിങ്ങനെ തോന്നിപ്പോവുകയാണ്. അള്ളാഹു നിഅമത്തുകൾ ദായിമാക്കി തരുമാറാകട്ടെ. നമ്മൾ വിഷമങ്ങൾ അനുഭവിക്കുന്നവർക്കൊക്കെ അള്ളാഹു സലാമത്ത് നൽകട്ടെ. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് നമ്മുടെ മജ്ലിസുകളിലൊക്കെ ദുആ ഇറക്കും. അള്ളാഹു എല്ലാവർക്കും റാഹത്ത് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. എൻ്റെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന, എൻ്റെ ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, ഉമ്മമാർ, ഉപ്പമാർ, നിങ്ങളൊക്കെ മനസ്സറിഞ്ഞൊരു ആമീൻ പറഞ്ഞ് അള്ളാഹുവേ ഞങ്ങളോട് വസിയത്ത് ചെയ്ത ദുആ ഇറക്കണേ എന്ന് പറഞ്ഞ എല്ലാവർക്കും അവരുടെ ഉദ്ദേശങ്ങൾ നീ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാഹ്. വിഷമങ്ങൾ നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. പ്രയാസങ്ങൾ നീക്കണേ അല്ലാഹ്. കടങ്ങൾ മാറ്റണേ അല്ലാഹ്. റാഹത്തും സന്തോഷവും ജീവിതത്തിൽ വലിയ അഭിവൃദ്ധിയും നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമ്മുടെ ദുആ സ്വീകരിക്കട്ടെ. ഞാൻ ഇന്നൊരു രണ്ടായത്തുകൾ പറയാം. രണ്ടായത്തെന്ന് പറഞ്ഞാൽ സൂറത്തു ആലി ഇമ്രാനിലെ, അതായത് വലിയ സൂറത്തുകൾ നമുക്കറിയാം. സൂറത്തുൽ ബഖറ, ആലി ഇമ്രാൻ, സൂറത്തു നിസാക്ക് വലിയ സൂറത്തുകളാണ്. ആലി ഇമ്രാൻ സൂറത്തിലെ പരിശുദ്ധ ഖുർആനിലെ 3-ാമത്തെ സൂറത്താണ്. ആലി ഇമ്രാനിലെ 2 പവർഫുൾ ആയത്തുകൾ. നമ്മളൊക്കെ ചിലപ്പോഴും കേട്ടിട്ടുണ്ടാവും ഈ ആയത്തുകൾ, നമ്മൾ ഓതുന്നവരായിരിക്കാം. എന്നാൽ ഈ ആയത്തിൻ്റെ ശ്രേഷ്ഠത കൂടി മനസ്സിലാക്കി ഓതുകയാണെങ്കിൽ ഇതുപോലെ വിഷമങ്ങൾ പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്, സങ്കടങ്ങൾ പറഞ്ഞവരില്ലേ, അവർക്കൊക്കെ ആ സങ്കടങ്ങൾ തീർന്നു കിട്ടാനുള്ളൊരു വഴിയാണ്. സങ്കടങ്ങൾ, വിഷമങ്ങൾ, പ്രയാസങ്ങളൊക്കെ നീങ്ങി കിട്ടാനുള്ള ഒരു മാർഗ്ഗമാണ്. ഇൻഷാ അല്ലാഹ് ഏതാണ് ആയത്തെന്ന് ഞാൻ ഓതിത്തരട്ടെ. വിശുദ്ധ ഖുർആൻ സൂറത്തു ആലി ഇമ്രാനിലെ 18-19 ആയത്തുകൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. شهد الله أنه لا إله إلا هو والملائكة وأولو العلم قائما بالقسط لا إله إلا هو العزيز الحكيم إن الدين عند الله الإسلام وما اختلف الذين أوتوا الكتاب إلا من بعد ما جاءهم العلم بغيا بينهم ومن يكفر بآيات الله فإن الله سريع الحساب. صدق الله العظيم. വളരെ മനോഹരമായ 2 ആയത്തുകളാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ. ഈ 2 ആയത്തുകൾ ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ വൽ മലായികത്തു വഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത് ലാ ഇലാഹ ഇല്ലാ ഹുവൽ അസീസുൽ ഹകീം ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം വമാ ഇഖ്തലഫല്ലദീന ഊതുൽ കിതാബ ഇല്ലാ മിൻ ബഅദി മാ ജാഅഹുമുൽ ഇൽമു ബഗിയൻ ബൈനഹും വമൻ യക്ഫുർ ബിആയാത്തില്ലാഹി ഫഇന്നല്ലാഹ സരീഉൽ ഹിസാബ്. 2 ആയത്തുകൾ. ഈ 2 ആയത്തുകൾ ആരെങ്കിലും ഒരാൾ പാരായണം ചെയ്താൽ, 2 ദിവസവും പാരായണം ചെയ്താൽ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, നബി തങ്ങൾ പറയുന്നു, അന്നമൻ ഖറഅ ഹാദിഹിൽ ആയ, ഈ ആയത്ത് ആരെങ്കിലും ഒരാൾ പാരായണം ചെയ്താൽ അയാൾക്ക് കിട്ടുന്ന ചില നേട്ടങ്ങൾ പറയട്ടെ. അത് ആഖിറത്തിൽ കിട്ടുന്ന ചില നേട്ടങ്ങൾ ആദ്യം ഞാൻ പറഞ്ഞുതരാം. ഖിയാമത്ത് നാളിൽ ആ മനുഷ്യനെ കൊണ്ടുവരുന്നത് അള്ളാഹുവുമായിട്ടുള്ള ഉടമ്പടികൾ, കരാറുകൾ പൂർത്തിയാക്കിയവനായിട്ടായിരിക്കും.
നമ്മളോട് നിസ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ട്, സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഹജ്ജ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, നോമ്പ് അനുഷ്ഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്, സ്വതക്കകൾ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, സാധുക്കളെ സഹായിക്കാൻ പറഞ്ഞിട്ടുണ്ട്, തുടങ്ങിയിട്ട് ഒട്ടനവധി കാര്യങ്ങൾ ഇല്ലേ, എണ്ണിയാൽ തീരാത്തത്ര കാര്യങ്ങൾ നമ്മളോട് കൽപ്പിക്കപ്പെട്ടതുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നവരാണ്, സുന്നത്തും ഫർദും ഒക്കെ നമ്മൾ ചെയ്യുന്നവരാണ്. അള്ളാഹു പൂർത്തിയാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. എന്നാൽ ഇനി ആർക്കെങ്കിലും ചെയ്യാൻ പ്രയാസമുള്ളവരുണ്ട്, ബുദ്ധിമുട്ടുള്ളവരുണ്ട്, കഴിയണില്ല, ചെയ്യണം നോക്കിയിട്ട് നടക്കണില്ല, സുന്നത്തുകൾ ഫർളുകൾ എങ്ങനെയൊക്കെ തട്ടിമുട്ടി ചെയ്യുന്നുണ്ട്, പക്ഷേ സുന്നത്തുകളൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. എന്നാലും ഈ ആയത്ത് പതിവായി ഓതുന്നവരാണെങ്കിൽ നാളെ മഹ്ശറിൽ ആ വ്യക്തി വരുന്നത് അള്ളാഹു ഈ നൽകിയ ഉടമ്പടികൾ, അള്ളാഹുമായിട്ട് ചെയ്ത കരാറുകളൊക്കെ പൂർത്തിയാക്കിയവരായിട്ടായിരിക്കും നാളെ ഖിയാമത്ത് നാളിൽ വരിക എന്ന്. അള്ളാഹു അങ്ങനെ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകട്ടെ അല്ലേ. നമ്മളെക്കൊണ്ട് നമ്മൾ ചെയ്യുന്ന അമൽ കൊണ്ട് രക്ഷപ്പെടാൻ പറ്റുമോ എന്നുള്ള തോന്നലൊന്നുമില്ല അല്ലേ. നമുക്ക് അങ്ങനെ പ്രതീക്ഷയുണ്ടോ? അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. അതോടൊപ്പം തന്നെ ഇനി ഒന്നുകൂടെ പറഞ്ഞുതരാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിയുടെ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കും, അയാളെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തും എന്നുള്ളത്. ആ വ്യക്തിയെ ആരാണോ ഓതിയത് ആ വ്യക്തിയെ വിജയിയുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമെന്ന്, അയാളുടെ വിജയികളുടെ കൂട്ടത്തിൽ ആ വ്യക്തിയെ ഉൾപ്പെടുത്തും, ഉറപ്പാണ് എന്ന് അള്ളാഹു ഒരു തീരുമാനം എടുക്കും. അള്ളാഹു അങ്ങോട്ട് ഉറപ്പിക്കും. ആ തീരുമാനത്തെ പിന്നെ ആർക്കും മാറ്റാൻ കഴിയില്ല, ആ തീരുമാനത്തെ പിന്നെ ആർക്കും പൊളിച്ചെടുക്കാൻ കഴിയില്ല, അതിനെതിരെ ആർക്കും സംസാരിക്കാൻ പറ്റൂല. അപ്പോൾ അതുകൊണ്ട് റബ്ബിൻ്റെ തീരുമാനം അങ്ങനെയാക്കും. അള്ളാഹു വിജയികളുടെ കൂട്ടത്തിൽ ആ വ്യക്തിയെ ഉൾപ്പെടുത്തും. അള്ളാഹു നമ്മയും ചേർത്ത് തരട്ടെ. മൂന്നാമതായി കിട്ടുന്ന അള്ളാഹു കൊടുക്കുന്ന നേട്ടം കാണണം. ഫയഉമുറുല്ലാഹു അൽ മലായിക്കത്ത, മലക്കുകളെ വിളിച്ചിട്ട് അള്ളാഹു പറയും, മലക്കുകളെ വിളിച്ചിട്ട് അള്ളാഹു പറയും, ഐ യഫ്തഹു ലഹു അബ്വാബൽ ജന്ന, ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് സ്വർഗത്തിൻ്റെ കവാടങ്ങളെ തുറന്നിടാൻ, സ്വർഗത്തിൻ്റെ വാതിലുകളെ തുറന്നിടാൻ. എന്നിട്ടോ ലി യദ്ഖുല മിൻ അയ്യിഹാ ശാ, ആ വാതിലുകളുടെ കൂട്ടത്തിൽ ഏത് വാതിലാണോ അയാൾ ഉദ്ദേശിക്കുന്നത് ആ വാതിലൂടെ കടന്നു പോട്ടെ. ഈ ആയത്ത് ഓതുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ സ്വർഗത്തിന് 8 കവാടങ്ങളുണ്ട് എന്ന് മുത്തുനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ 8 കവാടങ്ങളും തുറന്നിടാൻ ആര് പറയും? അള്ളാഹു പറയും മലക്കുകളോട്. മലക്കുകൾ 8 കവാടങ്ങളും തുറന്നിടും. എന്നിട്ടോ ഈ വ്യക്തിയോട് പറയും, നിനക്ക് ഇഷ്ടമുള്ള വാതിൽ ഏതാണോ അതിലൂടെ കടന്നോളാൻ. ബാബു റയ്യാനുണ്ട്, ബാബു സ്വലാത്തുണ്ട് ഇല്ലേ, സ്വതക്കയുടെ ബാബുണ്ട്, ഇതേ സ്വതക്കകൾ കൊടുത്തവർ കടന്നു പോകുന്ന ബാബു. റയ്യാൻ ബാബുണ്ട്, നോമ്പുകാർ കടന്നു പോകുന്ന ബാബ്, നിസ്കാരം നിലനിർത്തിയവർ കടന്നു പോകുന്ന ബാബുകളുണ്ട്, സൽസ്വഭാവികൾക്കുള്ള മറ്റു ബാബുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് വ്യത്യസ്തങ്ങളായ സ്വർഗത്തിൻ്റെ കവാടങ്ങൾ. ഇതിൽ ഇഷ്ടമുള്ള കവാടത്തിലൂടെ കടന്നുപോയിക്കോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിക്ക് അറിയിപ്പ് കൊടുക്കുന്നതാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെ ചേർത്ത് തരട്ടെ അല്ലേ. ദുനിയാവിൽ എന്താണ് ഭൗതിക, നാളെ ആഖിറത്തിൽ കിട്ടുന്ന നേട്ടമാണ്. ഇനി ദുനിയാവിൽ കിട്ടുന്ന ചില നേട്ടങ്ങളുണ്ട്. ആരെങ്കിലും ഒരാൾ ഈ ആയത്ത് പതിവായി ഓതുകയാണെങ്കിൽ, ഈ ആയത്ത് ആ വ്യക്തി പതിവായി ഓതുകയാണ് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അയാളുടെ ജീവിതത്തിൻ്റെ ദിശ തന്നെ ഖൈറായ രൂപത്തിലാക്കി മാറ്റും. അതായത് ഇപ്പോൾ പ്രയാസങ്ങളിൽ കഴിയുന്ന ആളുകളാണെങ്കിൽ, ബുദ്ധിമുട്ടിലാണ് കഴിയുന്നത് എങ്കിൽ ആ ജീവിതത്തിൻ്റെ ദിശ മാറ്റിയിട്ട് അയാളെ ഏറ്റവും നല്ല സുന്ദരമായ ജീവിതം അള്ളാഹു അയാൾക്ക് കൊടുക്കും. ഏറ്റവും ടോപ്പ് ജീവിതം അയാൾക്ക് കൊടുക്കും. ഏറ്റവും റാഹത്തുള്ള ഇസ്സത്തുള്ള ജീവിതം അള്ളാഹു അയാൾക്ക് കൊടുക്കും. അള്ളാഹു പതിവാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. ദിവസവും ഓരോ തവണ വീതം ഈ 2 ആയത്തുകൾ ഓതിയാൽ മതി. ഇനി ഈ കൂട്ടത്തിൽ പറയുന്ന ഈ ആയത്തിൻ്റെ കൂട്ടത്തിൽ ഒരു ഇസ്മ കാണാം. ഇത് ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു വൽ മലായികത്തു ഉലുൽ ഇൽമി ഖായിമുൻ ബിൽ ഖിസ്ത് ലാ ഇലാഹ ഇല്ലാഹു വൽ അസീസുൽ ഹകീം. അസീസ് എന്ന ഇസ്മ, അൽ അസീസ്, ഈ ഇസ്മ എന്ത് ചെയ്യുക? ദിവസവും 100 തവണ മുടങ്ങാതെ ചൊല്ലുക. ദിവസവും 100 തവണ ഏതെങ്കിലും ഒരു സമയത്ത് യാ അസീസു യാ അസീസു യാ അസീസു എന്ന ഇസ്മ മുടങ്ങാതെ ചൊല്ലിയാൽ ആ വ്യക്തി ഏറ്റവും വലിയ പ്രതാപമുള്ള ഇസ്സത്തുള്ള ആളായി മാറുമെന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചു തരാം. ഇസ്സത്ത് വർദ്ധിക്കുക, ഇസ്സത്ത് വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ സ്ഥാനമാനങ്ങൾ വർദ്ധിക്കലാകാം, സമ്പത്ത് അധികരിക്കലാകാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ജനങ്ങൾക്കിടയിൽ വലിയ പ്രതാപമുള്ളവനാക്കി, റബ്ബിൻ്റെ അടുക്കൽ പ്രതാപമുള്ള ആളാക്കി എന്ത് ചെയ്യും? അള്ളാഹു സുബ്ഹാനഹു വ തആല ഉയർത്തും. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മൾ ചേർത്ത് തരട്ടെ. യാ അസീസ് അല്ലേ, എത്ര തവണ? 100 തവണ, കുറഞ്ഞത്, ഏറ്റവും കുറഞ്ഞത്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ രണ്ട് ഇസ്മുകളും, ഒരു ഇസ്മും 2 ആയത്തുകളുമാണ് ഈ പറഞ്ഞത്. അപ്പോൾ അതെന്ത് ചെയ്യുക? ഒന്ന് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. ഇതൊന്ന് നിർബന്ധമായി ചെയ്യണം. ഇപ്പോൾ മുമ്പ് ഒരാൾ ചോദിച്ചു, സാർ എല്ലാ ദിവസവും ഇങ്ങനെ ഓരോ ഇസ്മുകളും ആയത്തും ദിക്റും ഒക്കെ പറയണ്ടല്ലോ, അപ്പോൾ എല്ലാം കൂടെ എങ്ങനെ ചെയ്യാൻ? എല്ലാം കൂടെ ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല, മറിച്ച് നമുക്ക് ഏതാണോ എളുപ്പമുള്ളത്, ചെയ്യാൻ കഴിയുന്നത് അത് ചെയ്യാം. ഇപ്പോൾ കടബാധ്യത ഉള്ള ഒരാൾ, കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആൾ, ആ കടത്തിന് വേണ്ടി പറഞ്ഞ ദിക്റ് ചൊല്ലിയാൽ മതി, അത് ചൊല്ലുക. ഇനി അല്ല മറ്റെന്തെങ്കിലും ഭൗതികമായ ബുദ്ധിമുട്ടുള്ള ആളുകൾ അതിനുവേണ്ടി പറഞ്ഞ ദിക്റുകൾ ചൊല്ലുക, അതാണ് വേണ്ടത്. എല്ലാം കൂടെ ചൊല്ലുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പ്രയാസമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക? നമുക്ക് എന്താണോ ആവശ്യമുള്ളത് ആ ആവശ്യത്തിനനുസരിച്ചുള്ള ദിക്റുകൾ, ദുആകളാണ് നമ്മൾ ചെയ്യേണ്ടത്. അള്ളാഹു അത്തരത്തിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ റാഹത്താക്കി തരട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇൻഷാ അല്ലാഹ് കമൻറ്റായൊക്കെ രേഖപ്പെടുത്തുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം, ദുആ വസീയത്തുകളൊക്കെ അറിയിക്കാം. ഇൻഷാ അല്ലാഹ് നമ്മുടെ മജ്ലിസുകളിലൊക്കെ നിങ്ങൾക്ക് വേണ്ടി ദുആ ഇറക്കും. ഇനി റീപ്ലൈ തന്നില്ല എങ്കിലും ചിലപ്പോൾ എല്ലാവർക്കും കൂടെ റീപ്ലൈ തരാൻ കഴിഞ്ഞെന്ന് വരില്ല കമൻറ്റിൽ. അപ്പോൾ എന്നാലും വായിച്ച മെസ്സേജുകൾക്കൊക്കെ, കമൻറ്റുകൾക്കൊക്കെ നമ്മൾ ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യും? ദുആ ഇറക്കും ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾ വിളിച്ച് പ്രയാസങ്ങളൊക്കെ അറിയിക്കാറുണ്ട്. ഇൻഷാ നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി വിളിച്ചാൽ നമ്മുടെ സമയം അനുസരിച്ച് ഇൻഷാ അല്ലാഹ് സംസാരിക്കാവുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. നമ്മളിതുപോലെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്താൻ അത് ഉപകരിക്കും. വാ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.